ഇന്നൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് കടക്കാം. കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, മുളക് പൊടി, ശകലം നാരങ്ങാനീരും ചേർത്ത് കുഴച്ച് മാറ്റിവെക്കാം. ഇനി കടായിലേക്ക് ഓയിൽ ഒഴിച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്യാം. കോരി വാരുന്നതിന് മുന്നേ ആയി കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ചെമ്മീൻ റെഡിയായി കഴിഞ്ഞു. ചെമ്മീൻ വറുത്ത എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ച 4 സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഈ എണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ചെമ്മീൻ്റെ ഒരു ടേസ്റ്റ് സവാളയ്ക്കും കൂടെ കിട്ടും. ഒന്ന് വരണ്ട് കഴിയുമ്പോൾ കറിവേപ്പില ഇടാം. 6 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 10 വെളുത്തുള്ളി ഇവയെല്ലാം ചേർത്ത് ക്രഷ് ചെയ്ത് ചേർക്കാം. എന്നിട്ട് പച്ചമണം മാറുന്നവരെ വരട്ടിയെടുക്കാം. പച്ചമണം ഉണ്ടെങ്കിൽ ബിരിയാണിക്കൊരു കുത്തലുണ്ടാവും. രണ്ട് പഴുത്ത തക്കാളി നീളത്തിലരിഞ്ഞ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി തക്കാളി വെന്ത് പാകമായി വരണം, അപ്പോഴേ ടേസ്റ്റ് കിട്ടൂ. തക്കാളിയൊക്കെ നന്നായി പാകമായി. ഇനി മസാലകൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ ഫിഷ് മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇവയെല്ലാം ചേർത്ത് നന്നായി വരട്ടിയെടുക്കുക. ഇനി ഒരു പിടി മല്ലിയിലയും അതിൽ കുറവ് പുതിനയിലയും ചേർക്കാം. നന്നായി ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഇടാം. കുറച്ച് നാരങ്ങ നീരും ചേർക്കാം. ഇനി ഫ്രൈ ചെയ്ത ചെമ്മീൻ ഇട്ട് കൊടുക്കാം. മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേറൊരു പാത്രം എടുത്ത് അതിൽ എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ബിരിയാണിക്ക് ദമ്മിടാനുള്ള കാഷ്യൂനട്ട് ആദ്യം ഇടാം. കാഷ്യൂനട്ട് റെഡിയായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ വാരി മാറ്റാം. ഈ എണ്ണയിലേക്ക് തന്നെ 2 സവോള നൈസായിട്ട് അരിഞ്ഞ് വരട്ടുക. സവോള ക്രിസ്പിയാകാനായി കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. സവോള ഈ പരുവമാകുമ്പോൾ സ്ലൈസ് ചെയ്ത ക്യാരറ്റും ഇട്ട് കൊടുക്കുക. ഈ എണ്ണയിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി ഇതിലേക്ക് ലേ ലീവ്സ്, കറുവപ്പട്ട, തക്കോലം, കുരുമുളക്, ഗ്രാമ്പു, പെരിഞ്ജീരകം ചേർത്ത് ഇളക്കുക. ഇനി ഒരു പിടി ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 4.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഇനി കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് കുറച്ച് കൂടുതൽ ഉപ്പിടാം. വെള്ളത്തിന് ഉപ്പിൻ്റെ ടേസ്റ്റ് തോന്നണം, എങ്കിലേ റൈസിന് ഉപ്പ് ആവശ്യത്തിന് ഉണ്ടാകൂ. തിളച്ച് കഴിഞ്ഞ് ഉപ്പ് നോക്കുക. അതിനുശേഷം കഴുകി ഊറ്റി വലിയ അരി ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് നാരങ്ങ നീരൊഴിക്കാം. എന്നിട്ട് ഇളക്കി ടൈറ്റ് ചെയ്ത് വെക്കാം. ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത നല്ല റൈസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. അതിനായി വലിയ പാത്രത്തിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഈ മസാലയുടെ മുകളിൽ റൈസ് ഇടാം. ഇതിനു മുകളിൽ ഗരം മസാല ഇടാം. കളർ കിട്ടാൻ വേണ്ടി മഞ്ഞൾപ്പൊടിയും പാലും മിക്സ് ചെയ്തത് കുറച്ച് ആഡ് ചെയ്യാം. എന്നിട്ട് നെയ്യൊഴിക്കാം. ഇനി കുറച്ച് മല്ലിയിലയും ഇടാം. ഇനി വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവോള, ക്യാരറ്റ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇവ ചേർക്കാം. വീണ്ടും ഇതിന് മുകളിൽ നമുക്കിപ്പോൾ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. യെല്ലോ കളറിന് വേണ്ടി മഞ്ഞളും പാലും മിക്സ്, ഗരം മസാല, നെയ്യ്, മല്ലിയില, സവോള, ക്യാരറ്റ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇവയെല്ലാം ചേർത്തിട്ട് നമുക്കിനി മൂടി വെക്കാം. ചെമ്മീൻ ബിരിയാണി റെഡി. എല്ലാവരും ചെമ്മീൻ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
എങ്ങനെയുണ്ട്? പൊളിച്ച്